ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ തെറ്റായി വ്യാഖ്യാനം കേട്ടിട്ടുള്ളതാണ് അതിനെക്കുറിച്ച്. അപ്പം അങ്ങനെ ഒരു വിഷയമാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതായത് ശിവൻ കഞ്ചാവ് ഉപയോഗിക്കാറുണ്ടോ? ഇതിനെക്കുറിച്ച്, അതായത് ഇതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ശിവനെ അവധൂതൻ, തപസ്സി, മഹായോഗി എന്നീ രൂപങ്ങളിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ശിവനെ ആരാധിക്കുന്ന പ്രത്യേകിച്ച് നമ്മുടെ അഘോരി സന്യാസിമാര് ഭക്തിയുടെ ആ ഒരു എക്സ്ട്രീം ലെവലിൽ എത്തുമ്പോൾ, ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുമ്പോൾ അതിനു വേണ്ടിയിട്ട് ഇവർ ഈ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അത് ഒരു തെറ്റായ പ്രചാരണത്തിലേക്ക് വന്നു ചേർന്നതാണ്. അപ്പോൾ ശിവൻ ശരിക്കും കഞ്ചാവ് ഉപയോഗിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ശിവൻ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നില്ല എന്ന സത്യാവസ്ഥ തന്നെയാണ്. പിന്നെ ശിവൻ യോഗീശ്വരനാണ്. അപ്പോൾ ആത്മനിയന്ത്രണം, ധ്യാനം, തപസ് എന്നിവയിലൂടെയാണ് നമ്മൾ ശിവഭക്തി കാണിക്കേണ്ടത്. നമ്മൾ ശിവന്റെ പേരും പറഞ്ഞ് മയക്കുമരുന്ന് ഉപയോഗിച്ച് അത് ശിവത്വത്തെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ മയക്കുമരുന്നുകളിലൂടെ ഭക്തിമാർഗം കണ്ടെത്തുക എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല. അപ്പം അതിനുവേണ്ടി ആത്മനിയന്ത്രണം, ആത്മസമർപ്പണം, ഇതാണ് ദൈവത്തിലേക്ക് അല്ലെങ്കിൽ ഭക്തിയിലേക്ക് എത്താനുള്ള മാർഗം. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. സാരേ താണം മാള സാരാ സാരേ താണമ്മ സാരാ ബോരി സാരേ താണമ്മ സാരാ ബോരി സരാ നിവാരണ ശിവായ സാരേ താണമ്മ സാരാ ബോരി സരാ നിവാരണ ശിവായ ഓം നമോ ശിവായ ഓം നമോ ശിവായ ഓം നമോ ശിവായ ഓം നമോ ശിവായ ശിവായ നമോ ശിവായ സർവദുഃഖനാശക കൃപാനിധേ മഹേശ്വര ഓം നമോ ശിവായ യംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം